നമസ്കാരം. പെരുന്നാപ്പോപ്പ് ശ്രീ സുകുമാരൻ നായർക്ക് നെട്ടോട്ടമാണ് എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. സ്വന്തം സമുദായത്തിൽ നിന്നടക്കം ആക്ഷേപങ്ങളാണ്. ഇപ്പോഴിതാ സുകുമാരൻ നായരെ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ പോലും തള്ളിക്കളഞ്ഞു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. പക്ഷേ വി ഡി സതീശൻ ഇങ്ങനെയൊന്നും മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം പറഞ്ഞത് സുകുമാരൻ നായരോട് തനിക്ക് യാതൊരു തരത്തിലുള്ള വിരോധവുമില്ല, അദ്ദേഹത്തിന് എപ്പോൾ വേണമോ വന്ന് കാണാനുള്ള അനുമതിയും നൽകിയിരുന്നു എന്നാണ്. പക്ഷേ സുകുമാരൻ നായർ പറയുന്നത് തന്നെ ഫോട്ടോയിൽ കാണാമെന്നായിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞത്, അല്ലാതെ തന്നോട് യാതൊരു രീതിയിലുള്ള നല്ല പോസിറ്റീവായ സമീപനങ്ങളും അദ്ദേഹം നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും സ്വന്തം സമുദായ അംഗങ്ങൾക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത ആനന്ദമാണ്. കാരണം അത്രയേറെ തിക്താനുഭവങ്ങൾ NSS സമുദായ അംഗങ്ങൾ തന്നെ സുകുമാരൻ നായരിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നാണ് അവരിൽ പലരും പറയുന്നത്. ഇനി കേന്ദ്രത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചാലോ അവിടെ നിന്നും സുകുമാരൻ നായരെ അടുപ്പിക്കില്ല. ഈ NSSൻ്റെ പുതിയ ഒരു NSS ഡൽഹിയുടെ നേതൃത്വത്തിൽ തന്നെ മന്നം സ്മൃതി മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇവിടെ മന്നം സമാധി സ്ഥലത്തേക്ക് ആൾക്കാരെ കയറ്റി വിടുന്നത് പോലും സുകുമാരൻ നായരുടെ നേട്ടത്തിൻ്റെയും കോട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആയപ്പോൾ എല്ലാവരും ഈ പ്രസ്ഥാനം തന്നെ വിട്ടുപോകാൻ തയ്യാറായിരിക്കുന്നു. ഡൽഹി NSS ഉൾപ്പെടെയുള്ള NSSൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലെ ശാഖകൾ, അതായത് NSSൻ്റെ ശാഖകൾ, നേരിട്ടുള്ള ശാഖകളല്ല, NSS എന്ന ജാതീയ പ്രസ്ഥാനത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ, ആ സംഘടനകൾ പല രീതിയിലുള്ള പുരോഗമനാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. എന്നാൽ കേരളത്തിലെ NSSന് എന്ത് സാമൂഹിക പ്രസക്തി എന്നാണ് നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ളവർ സംസാരിക്കുന്നത്. ആ രീതിയിൽ സമകാലികമായി NSS ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ പുതിയ കോളേജുകൾക്കോ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് എന്തെങ്കിലും പ്രോജക്റ്റുകൾക്കോ ഒന്നും തന്നെ രൂപം നൽകുന്നില്ല. ആകെ കൂടെ രൂപം നൽകിയത് ഒരു കാപ്പിക്കട മാത്രമാണ്. 50ഉം 60ഉം വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൻ്റെ സമുദായ അംഗങ്ങളുടെ സമുന്നതമായ ഭാവിക്ക് വേണ്ടിയിട്ട്, അവരുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, മുന്നോട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും മറ്റു കാര്യങ്ങൾ ചെയ്യുവാനും വേണ്ടിയിട്ട് ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ച NSS പോലുള്ള ഒരു സംഘടന ഏറെ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്നു ആ കാലത്തിലൊക്കെയും. ഒരു കാലത്ത് NSSനെ പിണക്കിയാൽ പിന്നീട് നിയമസഭ പോലും കാണാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു ആൾക്കാർക്കുണ്ടായിരുന്നത്. മന്നത്ത് പത്മനാഭൻ ജീവിച്ചിരുന്ന കാലത്ത് ആ രീതിയിൽ NSS ബഹുമാനിക്കപ്പെട്ട ഒരു സംഘടന തന്നെയായിരുന്നു. ഈ അടുത്ത കാലം വഴിയും അങ്ങനെയായിരുന്നു. വ്യക്തമായ ഒരു രാഷ്ട്രീയ അഭിപ്രായം NSSനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. പലപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി സംഘടനയെ കെട്ടുവാൻ പോലും തൻ്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി പോലും NSSനെ ഉപയോഗിച്ചിരുന്നു എന്നതാണ് പ്രധാനമായും സുകുമാരൻ നായർക്ക് നേരെയുള്ള ആക്ഷേപം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രീതിയിൽ അധപ്പതിച്ച ഒരു സമുദായമായിട്ട് NSS മാറുന്നു, അല്ലെങ്കിൽ സമുദായ സംഘടനയായി NSS മാറുന്നു എന്നതാണ്. ഒരു കാലത്ത് കേരള സംസ്ഥാനം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് NSS ആണ്. NSSന് വിവിധ സാംസ്കാരിക മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ സ്വാധീനമുണ്ട്. അവർണർക്ക് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി, അതായത് വൈക്കത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട റോഡുകളിൽ പ്രവേശിക്കുവാനും അവർക്ക് വഴി നടക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി സവർണജാഥ നടത്തിയ പ്രസ്ഥാനമാണ്. ഹിന്ദു നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് നിരവധി സംഭാവനകൾ നൽകിയ ആ പ്രസ്ഥാനം അതിനുശേഷം ഹിന്ദു മഹാമണ്ഡലം രൂപീകരിച്ചു, NDP ഉൾപ്പെടെയുള്ള പാർട്ടികൾ രൂപീകരിച്ചു. ഈ രീതിയിൽ വലിയ പുരോഗമനാത്മകമായ സമീപനങ്ങൾ കാഴ്ചവെക്കുകയും വളരെ നല്ല രീതിയിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുകയും ചെയ്ത NSS പിന്നീട് തളർന്നു പോകുകയായിരുന്നു. അത് ഇത്തരത്തിലുള്ള സമുദായത്തിൻ്റെ നേതൃത്വത്തിൻ്റെ പോരായ്മ കാരണമാണ് എന്ന് സമുദായത്തിലെ ഓരോ അംഗങ്ങൾക്കും വാദമുണ്ട്. അത്തരത്തിലുള്ളതായ രീതിയിൽ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ചും അന്യ സംസ്ഥാനങ്ങളിലൊക്കെ സന്ദർശനം നടത്തുന്ന ആൾക്കാർ അവിടുത്തെ NSSൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായും കാര്യക്ഷമമായും എത്തേണ്ട ദിശകളിലൊക്കെ എത്തിയും ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുമാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ കേരളത്തിലാകട്ടെ വെറുതെ എന്തെങ്കിലും പ്രസ്താവനകൾ നടത്തി കാലം കഴിക്കുകയല്ലാതെ മറ്റൊരു രീതിയിലും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് NSS സമകാലികമായി നേരിടുന്ന ഏറ്റവും വലിയ
പ്രശ്നം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം ഒരു പ്രസക്തിയുമില്ലാത്ത സംഘടനയെ ഒരു നേതൃത്വവും കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇപ്പോൾ NSS അഭിമുഖീകരിക്കുന്നത് എന്നതാണ് സമുദായത്തിലെ അംഗങ്ങൾ പറയുന്നത്. ഇനി നേരെ BJPയുടെ കാര്യം എടുത്താൽ, BJPയോട് ഒരു അനുഭാവപൂർണമായ പ്രവർത്തനമോ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടോ അല്ല നടത്തുന്നത്. പ്രത്യേകിച്ചും ഉപരാഷ്ട്രപതിയായ CP രാധാകൃഷ്ണൻ കേരളത്തിൽ വന്നതിന് ശേഷം NSSന്റെ മന്നം സമാധിയിലേക്ക് പ്രവേശനം നടത്തുവാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അദ്ദേഹത്തിനോട് നടത്തിയ സമീപനം, ഉപരാഷ്ട്രപതി ആയിരുന്നിട്ട് കൂടി അദ്ദേഹത്തിനോട് നടത്തിയ സമീപനം എന്ന് പറയുന്നത് താങ്കൾക്ക് ഇവിടെ പ്രവേശനമില്ല എന്നാണ്. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി, അദ്ദേഹം കേന്ദ്രമന്ത്രി ആകുന്നതിന് മുന്നേ NSSന്റെ സമീപനവും ഈ രീതിയിൽ തന്നെയായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് അവരെല്ലാവരും കടുത്ത വിമർശനങ്ങൾ NSSന് നേരെ ഉന്നയിക്കുന്നത്. അതായത് താൻ പോരുമയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് ഒരു കാരണവശാലും വിട്ടുകൊടുക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെയും ഇടങ്ങളിലെയും ഒക്കെ NSSനെ ഒന്ന് നോക്കിക്കണ്ട് പഠിക്കേണ്ടതാണ് എന്നാണ്. എന്തായാലും സുകുമാരൻ നായർ ഒരു സാമൂഹികമായി ഒരു പ്രാധാന്യവുമില്ലാതെ NSSന്റെ പെരുന്നയുടെ ആസ്ഥാനത്ത് ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥയാണ്. പലരും കളിയാക്കുകയാണ് ഈ മഹാപ്രസ്ഥാനത്തെ എന്നതാണ്. കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം പ്രാധാന്യമുണ്ടായിരുന്ന ഒരു സംഘടനയ്ക്കാണ് ഈ ഒരു ഗതികേട് വന്നിട്ടുള്ളത്. അത്തരത്തിൽ ഒരു മഹത്തായ സാമൂഹിക പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ രീതിയിൽ അധപ്പതിച്ചു പോകുന്നത്. ഒരു കാലത്ത് ഹിന്ദു മഹാമണ്ഡലം R ശങ്കറുമായി ചേർന്ന് മന്നം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ആദരണീയമായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. അതുമാത്രമല്ല, ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ശ്രീ മന്നത്തു പത്മനാഭൻ. ആ രീതിയിൽ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് മുതുകുളം പ്രസംഗം പോലുള്ള പ്രസംഗങ്ങളെ എല്ലാവരും ഏറ്റവും ആവേശത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ മൂർച്ച അറിയാതെ ഒരു കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും ആ കാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള മന്നത്തു പത്മനാഭൻ്റെ പിൻതലമുറയിൽപ്പെട്ട ജനറൽ സെക്രട്ടറിമാരാണ് ഈ രീതിയിൽ വളരെ മോശവും മലീമസവുമായ സാഹചര്യത്തിൽ കഴിയേണ്ടി വന്നത്. മുഖ്യമന്ത്രി ആരെയൊക്കെ കണ്ടു എന്ന് നോക്കൂ. ഹിന്ദു ഐക്യവേദിയുടെയും VHPയുടെയും നേതാക്കളെയും സമസ്തയുടെ നേതാക്കന്മാരെയും അടക്കം നിരവധിയായിട്ടുള്ള നേതാക്കന്മാരെ കാണുവാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി തയ്യാറാകുന്നു. എന്നാൽ തന്നെ കാണുവാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി പറയുമ്പോൾ തീർച്ചയായും NSSന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇരിക്കുന്ന അവസ്ഥയുടെ പ്രാധാന്യം അല്ലെങ്കിൽ താൻ ഇരിക്കുന്ന സ്ഥലത്തെ പ്രാധാന്യത്തെക്കുറിച്ചും തൻ്റെ സാമൂഹികവും സമകാലികവുമായ പ്രാധാന്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് ഒന്ന് വിലയിരുത്തേണ്ടതാണ്. കാരണം ഇനിയും വിലയിരുത്തിയില്ലെങ്കിൽ താങ്കൾക്ക് മാത്രമല്ല, അത് ഈ മഹാപ്രസ്ഥാനത്തിനും കൂടെ വലിയ കേടാണ്. ഇനി തങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു പ്രാധാന്യ കുറവുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും NSS വിട്ട് പടിയിറങ്ങുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നേതൃത്വത്തിൽ നിന്ന് മാറി മറ്റ് നിരവധിയായ സമുദായ അംഗങ്ങളിൽ ആരെങ്കിലും പിടിച്ച് ആ സ്ഥാനത്തിരിക്കുന്നതിനെക്കുറിച്ചോ ഒക്കെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നാണ് നിരവധിയായിട്ടുള്ള സമുദായാംഗങ്ങളിൽ പലരും പറയുന്നത്. NSSന് പ്രാധാന്യമൊന്നും നഷ്ടപ്പെട്ടു പോയില്ല. പക്ഷേ മണ്ടത്തരം കാണിച്ച് അതിൻ്റെ പ്രാധാന്യത്തെ വീണ്ടും വീണ്ടും കുറയ്ക്കുവാനായിട്ട് ഇടവരുതരുത്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു ജാതി പ്രസ്ഥാനം എന്നതിലപ്പുറം ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി.